സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 18-ാം അധ്യായം 21 വാക്യം വായിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വായിച്ചേ. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യം വായിക്കുക. 20-21. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. മനുഷ്യന്റെ ഉദരം നിറയും. അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഭയങ്കര ആഴമായിട്ടുള്ള വചനങ്ങളാണ് ഈ സദൃശ്യവാക്യങ്ങളിലെ 18-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും. വായു കൊണ്ട് സംസാരിക്കുന്ന വായുടെ ഫലത്താൽ ഈ വായിൽ അഭിഷേകം അങ്ങോട്ട് ഇറങ്ങിയാൽ വരുന്നതെല്ലാം അഭിഷേകത്തിൻ്റെ വാക്കായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ഈ വാക്കകത്തോട് അഭിഷേകം ഇറങ്ങിയാൽ, നാവിനകത്തോട് അഭിഷേകം ഇറങ്ങിയാൽ, ചുണ്ടിനകത്തോട് അഭിഷേകം ഇറങ്ങിയാൽ വരുന്ന വാക്കുകളെല്ലാം അഭിഷേകത്തോടെ എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. സ്വത്രം ആ അഭിഷേകത്താൽ ഉദരം നിറയും. എങ്ങനെ നിറയും? ഉദരം നിറയും. ആമേൻ. സ്വത്രം. ചിലരുടെ വാക്ക് പോലെ അല്ല ചിലരുടെ വാക്കെന്ന് പറഞ്ഞാൽ സ്വത്രം ഹല്ലേലൂയ എല്ലാം കിട്ടും. ആ വാക്കിനകത്ത് എല്ലാം കിട്ടും. ആരോഗ്യം കിട്ടും, ബലം കിട്ടും, ശക്തി കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, പുഷ്ടി കിട്ടും, എല്ലാം കിട്ടും. ചിലരുടെ വാക്ക് തണുപ്പ് കിട്ടും, ധൈര്യം കിട്ടും, കൃപ കിട്ടും, അഭിഷേകം കിട്ടും, അധികാരം കിട്ടും. ചിലരുടെ ഒറ്റ വാക്കാണ്. സ്വത്രം ഹല്ലേലൂയ. കാരണം ആ പറഞ്ഞ വ്യക്തിയുടെ ആതരത്തെ ഒരുവൻ തൊട്ടിട്ടുണ്ട്. തൊട്ടാതരത്തെ സൗണ്ട് തൊട്ടാതരം. ഹല്ലേലൂയ. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എന്താണ് പറയുന്നതെന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നീ തീർന്നെന്നാണ് വീട്ടിൽ ഇരുന്ന് പറയുന്നതെങ്കിൽ ഉദരം നിറഞ്ഞുകൊണ്ടിരിക്കുക. തീർന്ന ആ വാക്ക് ഉദരം നിറഞ്ഞുകൊണ്ടിരിക്കും. ശപിക്കുന്ന വാക്കാണെങ്കിൽ ശാപം, കരയുന്ന വാക്കാണെങ്കിൽ മറ്റുള്ളവരൊക്കെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ കരയുന്ന വാക്കാണെങ്കിൽ അത് തന്നെ അങ്ങ് നിറഞ്ഞുകൊണ്ട് ഇരിക്കും. മറ്റുള്ളവരെ കുറിച്ച് അസൂയപ്പെടുകയാണെങ്കിൽ ആ അസൂയ എന്നെ എന്ത് ചെയ്യും? നിറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അനുഗ്രഹിക്കുന്നെങ്കിൽ നോക്കിയാൽ മറ്റതെന്ത് പറഞ്ഞാലും, ഞാൻ ഇത്രയും നേരം പറഞ്ഞ് ഏത് വാക്ക് പറഞ്ഞാലും അത് ചിലപ്പോൾ അവർക്കൊരു ദോഷവും വരില്ല, നമുക്ക് തന്നെ അത് വരും. തനിക്ക് താൻ വിന എന്ന് പറഞ്ഞാൽ താൻ കുഴിച്ച കുഴി താൻ തന്നെ വീണു. കുഴിച്ച് സ്വന്തമായിട്ട് വയറ് നിറച്ച് മറ്റങ്ങനല്ല. മറ്റൊരാളിനെ അനുഗ്രഹിക്കുമ്പോൾ ഈ അനുഗ്രഹത്താൽ നമ്മളും ആമേൻ. എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. എപ്പോഴും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പറയാം, ഈ അനുഗ്രഹം നമ്മളെ പുറകെ വരും. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം മറ്റുള്ളവരുടെ നന്മകളിലും അനുഗ്രഹത്തിലും സന്തോഷിക്കുന്ന ആ സന്തോഷമുണ്ടല്ലോ, ഇത് എനിക്ക് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവർ ഞാൻ അനുഗ്രഹിക്കും. എന്നെ ആരെങ്കിലും അനുഗ്രഹിക്കുന്നെങ്കിൽ അവരാരനുഗ്രഹിച്ചോളും? എന്നെ ശപിക്കുന്നവരെ അപ്പോൾ ഉണ്ട് വേറൊരാൾ അപ്പുറത്തിരുന്ന് ഭയങ്കര ശാപം എനിക്ക് വലിക്കുമോ? അപ്പോൾ ആര് തിരിച്ച് ശപിക്കും? കർത്താവ് പറയും, കർത്താവ് ശപിച്ചോളും. അങ്ങനെ ശപിക്കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് വചനമാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. നിന്നെ അനുഗ്രഹിക്കുന്ന ഞാൻ, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇതാരെ പറഞ്ഞതാ? കർത്താവ് പറഞ്ഞതാ. അപ്പോൾ നമ്മളെപ്പോഴും അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് എപ്പോഴും ശാപം ചുമക്കാനല്ല, അനുഗ്രഹം ചുമക്കാൻ. പറഞ്ഞേ, ശാപം ചുമക്കാനല്ല വിളിച്ചത്, അനുഗ്രഹം ചുമക്കാൻ. പറഞ്ഞേ, ശാപം ചുമക്കാനല്ല വിളിച്ചത്, അനുഗ്രഹം ചുമക്കാൻ. ആമേൻ. അനുഗ്രഹം ചുമപ്പാൻ എന്നെ നിങ്ങളെ വിളിച്ചത് കൊണ്ട്
മറ്റുള്ളവരെ ശപിക്കുകയല്ല. പിന്നെയോ ഓ സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിനകത്ത് ഒരു വാക്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, നന്മയാൽ തിന്മയെ ജയിക്കുക. ഹല്ലേലൂയ. നന്മയാൽ എന്തിന് ജയിക്കണം? തിന്മയെ ജയിക്കണം. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. റോമർക്ക് ലേഖനം, ആമേൻ. അതിനകത്താണ് റോമർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് കർത്താവ് പറയുന്നുണ്ട്, മക്കളെ സ്തോത്രം, അതിൻ്റെ നന്മയാൽ തിന്മ എന്ത് ചെയ്യണം? ജയിക്കണം. നന്മ കൊണ്ട് തിന്മയെ ജയിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. തിന്മയോട് തോൽക്കാതെ 12ന്റെ അവസാനം 3 വാക്യം വായിക്കാം. 12ാമത്തെയും അവസാനത്തെ സ്തോത്രം 14 മുതൽ വായിച്ച് 14 മുതൽ വായിച്ച്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. അടുത്ത ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. എന്നെ ഉപദ്രവിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യണം? ശപിക്കാതെ അനുഗ്രഹിക്കണം. അപ്പോൾ അനുഗ്രഹം ആർക്കാണ് വരുന്നത്? നമുക്ക്. അടുത്ത് നമ്മൾ വിചാരിക്കുന്നത് വേറൊരാളെ അനുഗ്രഹിച്ചാൽ അവർക്കേ കിട്ടുള്ളൂ, എനിക്ക് കിട്ടില്ലെന്ന്. എന്നെ അനുഗ്രഹിക്കാതെ വേറൊരാളിനെ അനുഗ്രഹിക്കുമ്പോഴല്ലോ, എന്നെ അനുഗ്രഹിക്കേണ്ടതല്ല സ്തോത്രം, നമ്മൾ മറ്റൊരാളിനെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം എൻ്റെ മേലെ വരും. അടുത്ത വരി വായിച്ചേ. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും അടുത്ത് കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ. ഇതാണ് ഒരു ദൈവവൈതൽ. അടുത്ത് തമ്മിൽ ഐക്യമത്യമുള്ളവരായി. തമ്മിൽ എങ്ങനെ വേണം? ഐക്യമത്യമുള്ളവരായി. എൻ്റെ വേദന അവരുടെ വേദന, എൻ്റെ കണ്ണീരിനെ എൻ്റെത് തന്നെ അവരുടേത്. അവരുടെ കൈ മുറിഞ്ഞു, എനിക്ക് വേദന എടുത്തില്ല. എന്തുകൊണ്ടാ? എന്താ വേദന എടുക്കുന്നത്? ആ ശരീരത്തിലുള്ള ആളല്ല. ഒറ്റ വേദനയും ഒരനക്കവും പറ പോലെ സ്വന്തം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരാൾ വീണു, നമ്മുടെ ശരീരത്തിൽ ഒന്നും തോന്നിയില്ലെങ്കിൽ അർത്ഥം എന്തോന്നാ? അവർ വീഴുമ്പോൾ ആദ്യം അവർക്കാണ് വേദന എടുക്കുന്നതിനേക്കാളും കൂടെ പോകുന്നത് നമുക്കാണ് വേദന വന്നാൽ. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ വേദന മാത്രമല്ല, ശരീരം വേദന എടുക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? വേദന എടുത്തിട്ടുണ്ടോ? ഒരാൾ വീണു, അപ്പം നമ്മളല്ല വീണത്, അടുത്ത നാളാണ് വീണത്. പക്ഷെ അവരുടെ കാല് മുറിഞ്ഞു. പക്ഷെ അവർ വേദനിച്ചേക്കാളും നമ്മളെ കാല് മുട്ട് വേദനിക്കുന്ന അർത്ഥം എന്തോന്ന്? ആ വേദന അങ്ങനെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ കണക്കില്ല. ടക്കന എനിക്കങ്ങ് വേദന വരും. അവർക്കല്ല വേദന, എനിക്കാണ്. അവർക്കൊരു വേദനയില്ല. സ്വത്രം ചെറുതായിട്ട് തട്ടിയുള്ളൂ, അല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്നുള്ളൂ. പക്ഷെ ആ വേദന നമ്മുടെ ശരീരത്തിലങ്ങ് ഭയങ്കരത്തങ്ങ് വേദന. എന്താ കാര്യം? സ്വത്രം. ഇതാ ഒരു ശരീരത്തിൻ്റെ അവയവം. ദൈവത്തിൻ്റെ സ്വന്തം അവയവം. ഒരു അവയവത്തിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ മറ്റേ അവൻ ചിരിച്ചുകൊണ്ടിരിക്കുമെന്നല്ല, ആ അവയവത്തിന് വേദന വരും. അതാണ് അവയവം. ദൈവത്തിൻ്റെ സ്വന്തം. അപ്പോൾ കർത്താവ് പറഞ്ഞ് സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കണം, കരയുന്നവരോട് കൂടെ കരയണം. അടുത്തവർ ഐക്യമത്യമുള്ളവരായി. ഐക്യമത്യം. അടുത്തവര് വലിപ്പം ഭാവിക്കാതെ. ചിലരങ്ങ് വലിപ്പം ഭാവിക്കും. അടുത്ത് എളിയവരോട് ചേർന്നുകൊള്ളു. എളിയവരോട് എന്ത് ചെയ്യണം? ചേർന്നുകൊള്ളു. അടുത്ത് നിങ്ങൾ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കും. പലപ്പോഴും നമ്മൾക്ക് വിചാരിക്കും നമ്മൾ ഭയങ്കര എന്തോ സംഭവം, നല്ല ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കാതെ ആർക്കും തിന്മയ്ക്ക് പകരം ആര് തിന്മ ചെയ്താലും, ബന്ധുക്കളാകട്ടെ, വീട്ടുകാരാകട്ടെ, നാട്ടുകാരാകട്ടെ, അയൽക്കാരാകട്ടെ, നീ എന്നോട് അങ്ങനെയല്ല ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്യും. അങ്ങനെയല്ല. നീ എന്നോട് അങ്ങനെ ചെയ്തു എങ്കിൽ നിനക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ക്രിസ്തുവുള്ള ആളാണ്. എനിക്ക് ഒറ്റ പട്ടണേ ഉള്ളൂ, പ്രകാശം വരുന്ന പട്ടണം. സ്വത്രം ഇരുട്ട് വരുന്ന പട്ടണില്ല. എന്നെ വേർതിരിച്ച് വെച്ചിരിക്കുക. നീ ഇരുട്ടാക്കിക്കോ, പക്ഷേ നിന്റെ ഇരുട്ടിനകത്തും എന്നിൽ ഒറ്റ സ്വിച്ചേ ഉള്ളൂ. നീ എത്ര എന്നെ കളിയാക്കുന്ന ആളായാലും, എത്ര ശപിക്കുന്ന ആളായാലും, എത്ര സ്വത്രം പരിഹസിക്കുന്ന ആളായാലും, എത്ര നിന്ദിക്കുന്ന ആളായാലും, എത്ര ദൂഷിക്കുന്ന ആളായാലും, എനിക്ക് എതിരെ അപവാദ കഥകൾ എഴുതി ഒട്ടിക്കുന്ന ആളായാലും ശരി, എന്നിൽ ഒറ്റ സ്വിച്ചേ ഉള്ളൂ. ഒറ്റ സ്വിച്ച്. ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? അപ്പച്ചാ എനിക്ക് എൻ്റെ കർത്താവിൽ ഒറ്റ സ്വിച്ചേ ഉള്ളൂ. അമ്മേ യേശു ഏത് ശത്രുവിനെ സ്നേഹിക്കുന്ന സ്വിച്ച്, ഏത് പാപിയെയും ചേർത്ത് പിടിക്കുന്ന സ്വിച്ച്, ഏത് ഇരുട്ടത്തും വെളിച്ചം പ്രകാശിക്കുന്ന സ്വിച്ച്, ഏത് അധമ തോൽവിയെയും ക്രിസ്തുവുള്ള ആളാക്കി മാറ്റുന്ന സ്വിച്ച്, താണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന സ്വിച്ച്, ഒറ്റപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്ന സ്വിച്ച്, കരയുന്നവരോട് കൂടെ കരയുന്ന സ്വിച്ച്, സ്വതന്ത്ര ദുഃഖത്തിൽ പങ്കുചേരുന്ന സ്വിച്ച്, ആവശ്യങ്ങളുടെ നടുവിൽ ഇറങ്ങിച്ചെല്ലുന്ന സ്വിച്ച്, വിശപ്പുള്ളവൻ അപ്പം കൊടുക്കുന്ന സ്വിച്ച്. ഗ്ലോറി. ആമേൻ, ആമേൻ. ഈ ഒരു സ്വിച്ച്, ഒറ്റ സ്വിച്ചേ ഉള്ളൂ യേശുവിലെ. ആ സ്വിച്ച് നമ്മൾ ഒറ്റ സ്വിച്ച് ഉള്ളവരായി മാറണം. എന്ന് പറഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം എടുത്താൽ ശരിയാവൂല എന്ന് പറയും. ഞാൻ 2 സ്വിച്ചാണ്. ഒരു സ്വിച്ച് ആളുകൾ കാണുക, അല്ലാത്തപ്പം
ഞാൻ പണ്ടത്തെ ഒന്നും എടുക്കണ്ട, എല്ലാ വാളും ഇട്ടിട്ടുണ്ട്, ഉറയുന്ന ഊരാ എന്നെ വിടരുത്, നീ എടുത്തു കളയും എന്ന് പറയും. ഭർത്താവ് ജീവിതം ഇന്നും പൈതലേ ശരിയായിട്ടില്ല. വാളുറയിലുണ്ട്, ആവശ്യം കിട്ടുമ്പോൾ ഊരും വെട്ടും, തിരിച്ച് മറച്ച് വെക്കും. നീ ആവശ്യം കിട്ടുമ്പോൾ ഊരും. ആ ഉറയ്ക്കകത്ത് വാളും വേണ്ട, ഉറ പോലും ഇനി വേണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. അടുത്ത വരി. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻ കരുതി. ഇതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. എപ്പോഴും 199 കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ പറയുന്നൊരു വരി ഇതാണ്: ആരവർക്ക് അറിവില്ലാതെ ചെയ്യുന്നു. നമ്മൾ അങ്ങോട്ട് അങ്ങനെ ചിന്തിക്കരുത്, നമ്മളങ്ങനെ പറയരുത്. അങ്ങനെയല്ല, നമ്മളെ ഹൃദയത്തിൽ പോലും അവരെ കുറിച്ച് ചിന്ത പാടില്ല. അവർക്കറിവില്ല, അല്ലെങ്കിൽ അവരുടെ പക്വതയില്ല, അവർക്കല്ലെങ്കിൽ അവരല്ല നമ്മൾ വിളിച്ച ദൈവമാണ്, നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അവർ പറയും പോലെ പ്രതികരിക്കാൻ നമ്മളാളല്ല. ചിലടത്ത് മിണ്ടാതിരിക്കണം, ചിലടത്ത് മൗനമായിരിക്കണം, ചിലടത്ത് സംസാരിക്കാനുള്ള വോയിസില്ല. യേശുപ്പം സംസാരിക്കാനടുത്ത് സംസാരിക്കാൻ പാടില്ലാത്തടുത്ത് സംസാരിച്ചില്ല. പീലാത്തോസിനോട് പറയേണ്ടത് യേശു പീലാത്തോസിനോട് പറഞ്ഞു. ചിലടത്തൊന്നും മിണ്ടാതിരുന്നു യേശു, ചിലടത്തൊന്നും എന്ത് ചെയ്തില്ല, സൈലൻ്റ് ആയിട്ടിരുന്നു. പക്ഷെ കുറുക്കാന്ന് വിളിക്കാനടുത്ത് കുറുക്കാനെന്ന് പറഞ്ഞു. സ്വത്രം എടാ, മേൽ നിന്ന് അധികാരമില്ലാതെ എൻ്റെ മേൽ നിനക്കൊരു അധികാരമില്ലെന്ന് പറയേണ്ടടുത്ത്, എടാ അപ്പം കണ്ടോണ്ടല്ലേ നീ എൻ്റെ പുറകെ വന്ന് പറയേണ്ടടുത്ത്, പത്രോസിനോട് മുഖത്ത് നോക്കി പറഞ്ഞു, എടാ നിന്റെ മേൽ എന്തൊന്നുണ്ട്, സാത്താനുണ്ട്, എന്നെ വിട്ട് പോടാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. സ്വത്രം. നിങ്ങൾക്കും അവരോട് കൂടെ പോകാൻ മനസ്സുണ്ടോന്ന് ചോദിച്ചില്ലേ? ഇനി അടുത്ത് ചോദിച്ചോ, ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ അപ്പച്ച ഇങ്ങനെയൊക്കെ നീ കട്ടി ഉപദേശം പറഞ്ഞ ഇവരെ കേട്ടിട്ട് പോകും. കർത്താവ് ചോദിച്ചു, നിനക്കും പോണോ? പോ. അടുത്ത വരി. സ്വത്രം. കർത്താവ് പറയുന്നു, ദൈവം നട്ടിട്ടുള്ള തൈയെല്ലാം എന്ത് ചെയ്യും? വേരോടെ പറഞ്ഞു പോകും. നീ നട്ടില്ലെങ്കിൽ നീ വെക്കോ, പറഞ്ഞോണ്ട് വെക്കോ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, പറയേണ്ടതല്ല പറയേണ്ടത് പറഞ്ഞു. എന്നാൽ മിണ്ടേണ്ട, നീ പിന്നെ രാജാവാണോ എന്ന് ചോദിച്ചൂല്ലേ? സ്വത്രം. അതെ, ഞാൻ തന്നെ. ഗ്ലോറി. ആമേൻ. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തില്ല, നമ്മളാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആരെന്നറിയാമാർ നമ്മളാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ 10,000 പ്രാവശ്യം പറഞ്ഞ് അവരെ വെറുപ്പിച്ചിട്ടേ വിടും. പക്ഷേ യേശു അങ്ങനെയല്ല, ഒറ്റ വാക്ക്. അടുത്ത് പിന്നെ സ്വത്രം. പീലാത്തോസ് പറയുന്നു, ഇവനൊന്നും മിണ്ടുന്നില്ല, നീ എങ്ങനെ മിണ്ടാതെ നിൽക്കുന്നു? ഇവരെല്ലാവരും പറഞ്ഞിട്ടും നീ എന്ത് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല, എങ്ങനെ നീ മിണ്ടാതെ നിൽക്കുന്നു? കർത്താവിന് മിണ്ടേണ്ട കാര്യമില്ല. സ്വത്രം. മിണ്ടേണ്ടടുത്ത് മിണ്ടി, പറയേണ്ടത് താലത്തിൽ വെച്ച പൊന്നാരങ്ങ പോലെ, വെള്ളിത്താളത്തിൽ വെച്ച പൊന്നാരങ്ങ പോലെ എൻ്റെ പ്രാണപ്രിയന്റെ ശബ്ദമെങ്കിൽ, വാക്കെങ്കിൽ, മറുപടിയെങ്കിൽ എൻ്റെ നിൻ്റെ മറുപടി അതുപോലെ ആയിരിക്കണം. എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്ന അതാണ്. എല്ലായിടും കയറി സംസാരിക്കാൻ യേശു പോയില്ല, എല്ലാത്തിനും ഉത്തരം കൊടുത്തും ഇല്ല. ദൈവത്തിന് സ്വന്തം എല്ലായിടും കയറി സംസാരിക്കാൻ, എല്ലാ രീതിയും സംസാരിക്കാൻ യേശു പോയില്ല. ദൈവത്തിന് സ്വന്തം എല്ലാത്തിനും മറുപടി കൊടുക്കാൻ യേശു നിന്നു കൊടുത്തുമില്ല. പക്ഷെ ഞാൻ പറയാം എന്നെ ദൈവത്തിൻ്റെ അപ്പ ഞാൻ ഏതുമല്ലെന്ന് വിട്ടുകൊടുത്താൽ, ഞാൻ ഭാവിയാണെന്ന് വിട്ടുകൊടുത്താൽ, ഞാൻ സമ്മതിക്കുന്നു നാഥ എന്ന് വിട്ടുകൊടുത്താൽ, വലിപ്പം ചെറുപ്പം ഭാവിക്കാതെ കർത്താവെ ഞാൻ ഇന്ന ആളാന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, അവിടെ തൊടുന്നൊരു ദൈവം വന്നിട്ടുണ്ട്, അവിടെ വിടുവിക്കുന്നൊരു ദൈവം വന്നിട്ടുണ്ട്, അവിടെ അത്ഭുതം ചെയ്തൊരു ദൈവം വന്നിട്ടുണ്ട്. എൻ്റെ കഴിവ് വെളിപ്പെടുത്താനല്ല, എൻ്റെ കഴിവുകൾ വെളിപ്പെടുത്താൻ. അപ്പാ പ്രാണപ്രിയനെ, പലപ്പോഴും അങ്ങ് ജീവിച്ചതുപോലെ ജീവിക്കാം എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പാ. ചാടിക്കയറി സംസാരിക്കുന്ന ആളാണ് ഞാൻ. കർത്താവെ നിർത്തില്ലാതെ, പുസ്തകമില്ലാതെ, കോമയില്ലാതെ അപ്പാ, ഒരവസാനമില്ലാതെ സംസാരിക്കുന്ന, ഒരന്തവും ഇല്ലാതെ ഓടുന്ന ശബ്ദമാണപ്പാ എൻ്റെ ശബ്ദം. അങ്ങനെയല്ല പ്രാണപ്രിയ, അങ്ങേപ്പോലെ വാക്കിൽ നിയന്ത്രണം പാലിപ്പാ. പരിശുദ്ധാത്മാവേ, എൻ്റെ വായുടെ ഫലത്താൽ എൻ്റെ ഉദരം നിറയണം. അത് അനുഗ്രഹത്തിൻ്റെ ഫലമായിരിക്കണം, അത് അഭിഷേകത്താൽ നിറഞ്ഞ ഫലമായിരിക്കണം, ദൈവകൃപയാൽ നിറഞ്ഞ ഫലമായിരിക്കണം. യേശുവപ്പാ, അല്ലാത്തതൊന്നും വരല്ലേ. അല്ലല്ല, മറ്റുള്ളവർക്ക് എന്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എരിയരുത്. എവിടെ പോയാലും എരിയരുത്. എവിടെ കല്യാണ വീട്ടിൽ പോയാലും എരിയരുത്, എരിയല്ലേ. ഒരാൾ അറിവില്ലാതെ നിങ്ങൾ സംസാരിച്ചാൽ, അറിഞ്ഞുകൊണ്ട് സംസാരിച്ചാൽ നമ്മൾ എരിയല്ലേ, ഒന്നും പറയല്ലേ. സ്വത്ര ദൈവം നമുക്ക് അതിനൊരു കൃപ തരട്ടെ. എരിയല്ലേ, ആരുടെ നന്മയിലും എരിയരുത്, അകത്തൊന്നും തോന്നരുത്. നല്ലൊരു ഹൃദയം നമുക്ക് വരട്ടെ. ബ്ലെസ്സിങ് ഉള്ള ഹൃദയം, ക്രിസ്തുവിൻ്റെ ഹൃദയം. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരല്ലോ. പൗലോസ് അപ്പോസ്തലൻ പറയണം, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരോ. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ അകത്ത് വരട്ടെ. ആരെത്ര തന്നെ ഉയർന്നാലും, എത്ര തന്നെ
നന്മ പ്രാപിച്ചാലും അവിടെ ഒരു അസൂയല്ല വരേണ്ടത്. അവിടെ ഒരു അകത്ത് പുറത്ത് ചിരിച്ചാലും ചിലരുടെ അകത്തെന്ത് വരും? ഒരു സങ്കടം വരും. വരല്ലേ? വന്നാ പോക്ക്. അത് വന്നാൽ തിരിച്ച് നമുക്ക് തന്നെ ഭാരമായിട്ട് വന്നു. സ്വത്രം അത് വന്നാൽ അഥവാ വരുന്നെങ്കിൽ നമുക്കറിയാം. വേറെ ആരോടും പറയണ്ട. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അവരെ നന്മയിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അസൂയാണെന്നാണ് തോന്നുന്നത്. എൻ്റെ അകത്തൊരു എരിച്ചിലും ഒരു ചീറ്റലും ഒരു കത്തലും ഒക്കെ നടക്കുന്നു. അസൂയ എന്നാണ് അപ്പം തോന്നുന്നത്. ഉള്ള കാര്യം ഉള്ളതുപോലെ കൊടുത്താൽ, കാര്യം ഉള്ളതുപോലെ കൊടുത്താൽ അവിടെ വേറെ ആരും അറിയയില്ല. കർത്താവ് അതിനെ വേരോടെ കർത്താവേ സ്വത്രപ്പാ, ഞാൻ ഇങ്ങനെയുള്ള ആളാണെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ കർത്താവേ, ഇത് പാരമ്പര്യമായിട്ടുള്ളതാണ് കർത്താവേ. ഇത് ഞാൻ ജഡമയനായതുകൊണ്ടാണപ്പാ. ഇത് ജഡത്തിൻ്റെതാണപ്പാ. ഇതിപ്പോഴും പോയിട്ടില്ലപ്പാ. കാര്യങ്ങളോട് അടുത്തപ്പാ. ഇതെൻ്റെ അകത്ത് വന്ന് കർത്താവേ എന്നുള്ളത് പറഞ്ഞാൽ എൻ്റെ ദൈവം ഉണ്ടല്ലോ, അപ്പ ഇറങ്ങി എന്ത് ചെയ്യും? വിടുവിക്കും. അപ്പടിറങ്ങി എന്ത് ചെയ്യും? വിടുവിക്കും. സ്വത്രം. 5 ഭർത്താവുള്ള ഒരു സഹോദരി, എന്നാൽ ഭർത്താവല്ല. 5 ഭർത്താവുണ്ട്. രേഖാമൂലം ആരല്ല? രേഖാമൂലം ആരല്ല? ഭർത്താവല്ല. 5ഉം രേഖാമൂലം ഭർത്താവല്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ശമരിയ സ്ത്രീ വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തുവിനോട് വെള്ളം ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. സത്യത്തിൽ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവ് ഉള്ള സത്യം പറഞ്ഞു. രേഖാമൂലം ഇതെല്ലാം രേഖ ഇല്ലാത്ത, 5 രേഖ ഇല്ലാത്തത്, രേഖ ഉള്ളത് ഇല്ല. അതുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, അവിടെ ഒരു അടവ് കാണിച്ചില്ല. കുപ്പ വിളിച്ചുകൊണ്ടിരുന്നു, വിളിച്ചുകൊണ്ടിരുന്നു ഇല്ല. പിന്നെ എനിക്ക് ഭർത്താവില്ല, സത്യത്തിൽ ഭർത്താവില്ല. ഉള്ള കാര്യം യേശുവിനോട് പറഞ്ഞു. അടുത്ത വരി സ്വത്രം. കർത്താവ് അടുത്ത് വിശദീകരിച്ചു കൊടുത്തു. ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. 5 ഭർത്താവ് ഉണ്ട്, പക്ഷെ ഉപ്പ ഉള്ളവനോ? അപ്പം അതിനടുത്ത് രേഖാമൂലമുള്ള ഭർത്താവ് രേഖയില്ല. അതിന് വിവാഹം ചെയ്തതിന് രേഖയില്ല. അവൾ ഉള്ളതങ്ങ് സമ്മതിച്ചു. അപ്പോഴെന്ത് സംഭവിച്ചു? യേശു വല്ലതും ചെയ്തെന്നാണ്? ഇല്ല. യേശു കല്ലെടുത്തില്ല. കല്ലെടുക്കാൻ യോഗ്യതയുള്ള ഈ മുഴു ലോകത്തിൽ യേശു മാത്രമേ ഉള്ളൂ. കല്ലെടുക്കാൻ യോഗ്യത ഉള്ളവൻ കല്ലെടുത്തില്ല. യോഗ്യതയില്ല, അയോഗ്യരെല്ലാം കല്ലും വടിവാടും ഒക്കെ എടുത്തു. പക്ഷെ യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ. ആ യോഗ്യതയുള്ള പറഞ്ഞു, ഞാൻ നിന്നെ കുറ്റം പോകാം. ഇനി മേലാൽ ഇന്ന് നിനക്ക് ഭർത്താവും വേണ്ട, ഭർത്താക്കന്മാരല്ലാത്തതും രേഖാമൂലം ഉള്ളതും വേണ്ട, രേഖാമൂലം ഇല്ലാത്തതും വേണ്ട മക്കളെ. ഇനി നീ പാപം നിൻ്റെ ജീവിതത്തിൽ. യേശുവിൻ്റെ സ്നേഹം കണ്ടോ? ഹല്ലേലൂയ. അപ്പം അവരങ്ങ് സമ്മതിച്ചു കൊടുത്തു. നമ്മളും ചിലപ്പോൾ അപ്പച്ച സമ്മതിക്കുന്നു. ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ വായ കൊണ്ട് ഞാൻ പറഞ്ഞ് എൻ്റെ ഉദരം നിറച്ച് വച്ചിരിക്കുന്ന എല്ലാം പാപമാണെന്ന് സമ്മതിക്കുന്നു. എൻ്റെ വായ കൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം മറ്റുള്ളവരെ കുറിച്ചുള്ള കുറവാണ്. ആ കുറവാണ് എൻ്റെ വയർ നിറഞ്ഞിരിക്കുന്നത് ഞാൻ സമ്മതിക്കുന്നു. അയൽവക്കത്തുകാരെക്കുറിച്ച്, ബന്ധുക്കളെക്കുറിച്ച്, നാട്ടുകാരെക്കുറിച്ച്, ദേശത്തെക്കുറിച്ച്, കൂട്ടുകാരെക്കുറിച്ച് എല്ലാം പറഞ്ഞ് എന്നെ വയറിനെ നിറച്ച് വച്ചിരിക്കുകയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അടുത്ത റോമർ വായിച്ചിട്ടൊക്കെ വായിച്ചേ. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. കേട്ടോ, എല്ലാവരോടും എങ്ങനെ ഇരിക്കണം? എങ്ങനെ? സമാധാനമായിട്ടിരിക്കണം. ഞാനൊരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വാക്ക്. സിസ്റ്ററെ, ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ട് ഞാനൊന്നും പറയാൻ പോയില്ല. എൻ്റെ ഹൃദയത്തിനകത്തും അവരോടൊരു വിരോധമില്ല. എൻ്റെ വായിൽ ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷെ അവരെന്നോട് സംസാരിക്കാറില്ല. എന്നെങ്കിലും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ വിളിക്കും, സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ പോയി മിണ്ടും. അപ്പോൾ എൻ്റെ അകത്ത് വിഷമില്ലല്ലോ. അവരെന്ത് പറഞ്ഞാലും അവർക്ക് അറിവില്ലാതെ ആ വാക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾ അവരെന്ത് പറഞ്ഞാലും അറിവില്ലാതെ മക്കളെ അയച്ചിട്ടൊരു അമ്മ പറഞ്ഞതാണ്, ഞാനിങ്ങനെ നിന്നുപോയി. അതൊരു കൃപ തന്നെ. ഞാൻ അവിടെ ചിന്തിച്ചു, കർത്താവ് ഇതൊരു കൃപയാ. ഇതെല്ലാം പറഞ്ഞിട്ട് ഈ അമ്മ ഇങ്ങനെയാണ് ചിന്തിച്ചെങ്കിൽ ഞാൻ പറയാം, ഇത് കൃപയല്ലാതെ. കൃപയേ കൃപയേ ദൈവകൃപയേ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. കൃപയേ കൃപയേ ദൈവകൃപയേ, ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാതൊന്നും ഭൂവിലില്ലായേ.
പ്രശംസിപ്പാനോ പുകഴുവാനോ യാതൊന്നും ഭൂമിയിലില്ലാതെ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാതൊന്നും ഭൂമിയിലില്ലാതെ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും എന്നെ തോളിലിട്ടുകൊള്ളുവിൻ എന്നൂര ചെയ്തവൻ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും എന്റെ തോളിലിട്ടുകൊള്ളുവിൻ എന്നൂര ചെയ്തവൻ. തകർന്നിടാൻ ഒരു നാളും സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളം എന്നെ നടത്തിയിടും നിശ്ചയം. തളർന്നിടാൻ ഒരു നാളും സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളം എന്നെ നടത്തിയിടും നിശ്ചയം. കൃപയേ കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഗല്ല. പ്രശംസിപ്പാനോ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രശംസിക്കാനൊന്നുമില്ല, പുകഴാനൊന്നുമില്ല, പറയാനോ ഒന്നുമില്ല, ചിന്തിക്കാനോ ഒന്നുമില്ല, നോക്കാനോ ഒന്നുമില്ല, തോന്നാനോ ഒന്നുമില്ല, യാതൊരു കാര്യവുമില്ല. പിന്നെ യേശുപ്പച്ചൻ്റെ കൃപ. ഞാൻ ചിന്തിച്ചു, കർത്താവേ അതൊരു കൃപയാണ് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചിന്തിച്ചിട്ട് അവരുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും അവരെന്നോട് പറഞ്ഞപ്പോഴും വിരോധത്തിൻ്റെ ഒരു വാക്കും വന്നില്ല. അത് കാണുമ്പോഴേ അറിയാം ആ ചൊവ്വ പോലും അവരുടെ അകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചൊവ്വ പോലും ഇല്ലാത്ത പോലെ എനിക്ക് അകത്ത് ഞാൻ കണ്ടു. ഒരു ചൊവ്വ പോലും ഉള്ളത് തോന്നിയില്ല. അവർ ചിരിച്ചുകൊണ്ടാണ് ഫേസ് ചെയ്യുന്നത്. ഓ ഷാരാധാര സക്കമാന ഷൂഡാരാധാര സക്കനാധര ഷഗധരകരക ജരന്തരാധര ഷിമനക സ്കന്ദന. ഞാൻ പറയാം, അവർക്ക് ദൈവം കൊടുത്ത കൃപയാണ്. അതനുസരിച്ചുള്ള അനുഗ്രഹം അവർക്ക് വരിക തന്നെ ചെയ്യും. അടുത്ത വരി വായിച്ചേ, റോമർ അടുത്ത വരി. പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുപ്പിന. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന്. പ്രതികാരം എനിക്കുള്ളത് ഞാൻ. നമ്മൾ എന്ത് ചെയ്യണം? മരിച്ചു കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. കർത്താവേ, എനിക്കിതിനകത്ത് പ്രതികരിക്കാനൊന്നുമില്ല, എനിക്കിതിനകത്ത് പറയാനൊന്നുമില്ല, എനിക്കിതിനകത്ത് പുകഴാനൊന്നുമില്ല, എനിക്കിതിനകത്ത് ചെയ്യാനൊന്നുമില്ല. അരുമനാഥന് മാത്രമേ ഇതിനകത്ത് എന്ത് ചെയ്യാനുള്ളൂ. അപ്പാ പ്രാണപ്രിയനെ, അങ്ങയുടെ കരത്തിനകത്ത് ഇതാ ഏൽപ്പിച്ചു തരുന്നു. പരിശുദ്ധ പിതാവേ, ഇതാ ഏൽപ്പിക്കുന്നു എന്ന് ഒരു പ്രാർത്ഥന. അടുത്തവർ വായിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം. കൊടുക്കാൻ ആർക്ക്? നമ്മൾ പറയും പറിച്ച മുറ്റത്ത് കയറ്റൂല. യേശുവിൻ്റെ വാക്കുണ്ടോ? നീ പറിച്ച മുറ്റത്തല്ല, നിന്റെ വീട്ടിനകത്തിരുത്തി. നമ്മൾ പറയുന്നത് ഗേറ്റ് തുറന്നു കൊടുക്കൂലെന്ന്, പട്ടി അഴിച്ചു വിടുന്നു. യേശു പറയുന്നു, പട്ടി അഴിച്ചു വിടണ്ട, ഗേറ്റ് തുറന്ന് നിന്റെ വീട്ടിനകത്ത് കയറ്റി നീ കഴിക്കേണ്ട ഭക്ഷണം അയാൾക്ക് കൊടുത്തുവിടാൻ. ചിന്തിച്ചു നോക്കിയേ കർത്താവിൻ്റെ വാക്ക്. അതാണ് യേശു. അടുത്ത വരി. ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്കാം. ശത്രുവിന് ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ. അടുത്ത്. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കൃപ തന്നെയാണ്. അയാൾ ഇരുന്ന് ചിന്തിക്കും, ദൈവമേ എന്നാലും ഞാൻ ആ പാപത്തിനോട് ഇങ്ങനെ ചെയ്തല്ലോ, അവരുടെ ഹൃദയം ഇങ്ങനായിരുന്നു. അയ്യോ, തീക്കനൽ കൊന്നിച്ചുകൊണ്ടിരിക്കുക. അവർ 24 മണിക്കൂർ ഗാളി കത്തുകയാണ്. അയ്യോ, ഞാനിതെല്ലാം അവരെ ചെയ്തിട്ടും അവരെന്നോട് ഇതാണല്ലോ കാണിച്ചത്. ഞാനിതെല്ലാം ചെയ്തിട്ട് അവരെന്നോട് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. അയ്യോ, ഞാനിതെല്ലാം ചെയ്തിട്ട് അവരൊരു പ്രാവശ്യം പോലും എന്നോട് കോപിച്ചില്ലല്ലോ. ഞാനിതെല്ലാം ചെയ്തിട്ട് ഞാനിതെല്ലാം അവർക്കെതിരെ സംസാരിച്ചിട്ട് ഞാനിതെല്ലാം പറഞ്ഞിട്ട് അവരെൻ്റെ വീട്ടിൽ എൻ്റെ ആവശ്യം വന്നപ്പോൾ ഓടി വന്നല്ലോ. അയ്യോ, ഇതെല്ലാം ചിന്തിച്ചിട്ട് അവരങ്ങനെ അല്ലല്ലോ. 24 മണിക്കൂർ ഇരുന്ന് ചിന്തിക്കുകയാണ്, തീക്കനൽ കുന്നിക്കുന്നു. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? സ്തോത്രം. ആമേൻ. പ്രാണനെ, ജീവനെ ത്യജിക്കുന്നവർക്കേ പറ്റൂ. സ്തോത്രം. പുറപ്പാട് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ 18-ാം വാക്യം വായിക്കുമ്പോൾ സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം. പ്രാണനെ, പുതിയ നിയമത്തിനകത്തുണ്ട്, പ്രാണനെ ത്യജിച്ച ജനം. സ്തോത്രം. ഏത്? സെബുലൂൻ. വായിച്ച് 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം.
ന്യായാധിപന്മാർ 5-ാം വാക്യം വായിക്കുമ്പോൾ സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, പ്രാണനെ വിലയേറിയതായി എണ്ണാത്ത ഒരു പൈതലിന് മാത്രമേ ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റൂ. ആമേൻ. ആ കർത്താവിൻ്റെ വചനത്തിലേക്ക് നിൽക്കാൻ പറ്റൂ. കർത്താവിൻ്റെ വചനത്തിൽ ഒരു പൈതൽ നിൽക്കണമെങ്കിൽ തന്നെ ത്യജിച്ച ഒരാളിനെ പറ്റൂ. താൻ ത്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുക്കുന്ന ഒരു വ്യക്തിക്കല്ലാതെ ഈ വചനത്തിലൂടെ നീങ്ങുവാൻ, വചനത്തിലൂടെ ജീവിക്കുവാൻ, വചനത്തിലൂടെ നടക്കാൻ, വചനത്തിലൂടെ പോകുവാൻ കഴിയത്തില്ല. വായിച്ചേ ന്യായാധിപന്മാർ 5:18. സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം. മതി. ആരാണ് ഈ സെബുലൂൺ? ആരാ സെബുലൂൺ? യാക്കോബിൻ്റെ മകനാണ്. ആര്? സെബുലൂൺ. 6ാമത്തെ കുഞ്ഞാണാര്? യാക്കോബിൻ്റെ 6ാമത്തെ കുഞ്ഞാണാര്? സെബുലൂൺ. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം. സെബുലൂൺ എന്ന് പറഞ്ഞാൽ നല്ല ദാനം എന്നാണ് അർത്ഥം. സ്തോത്രം. സെബുലൂൺ എന്ന് പറഞ്ഞാൽ നല്ല ദാനം എന്നാണ് അർത്ഥം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വായിച്ചേ. ലേയ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് 6ാമത് ഒരു മകനെ പ്രസവിച്ചു. എത്രാമത്? 6ാമത് ഒരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു. നല്ല ദാനം തന്നിരിക്കുന്നു. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും. എന്നോട് കൂടെ. അവളുടെ ചിന്ത എല്ലാം ഭർത്താവ് എന്നോട് കൂടെ വസിക്കും, എന്നെ സ്നേഹിക്കും, എന്നെ ഇഷ്ടപ്പെടും എന്ന് ഇഷ്ടം ആഗ്രഹിക്കുന്ന സഹോദരിയാണ്. ഭർത്താവിൻ്റെ സ്നേഹവും ഭർത്താവിൻ്റെ കരുതലും ഭർത്താവിൻ്റെ ഇഷ്ടവും ആഗ്രഹിക്കുന്ന ഒരു സഹോദരിയായിരുന്നു ആര്? ലേയ. പക്ഷേ ഈ സ്തോത്രം ഇഷ്ടം ആഗ്രഹിക്കാത്ത റാഹേലിനെല്ലാം കിട്ടി. പക്ഷെ ഇഷ്ടം ആഗ്രഹിച്ച ലേയയ്ക്ക് പലപ്പോഴും കിട്ടിയില്ല. ഹല്ലേലൂയ. ഇവക്ക് കിട്ടിയത് അപ്പൻ്റെ ഇഷ്ടം. എവളെ എൻ്റെ ദൈവം ഒത്തിരി സ്നേഹിച്ചു. ആരും സ്നേഹിക്കാനില്ലെങ്കിലും അവളെ എൻ്റെ ദൈവം ലോകത്തിന് അവളെ അനിഷ്ടയായിരുന്നു, എൻ്റെ ദൈവത്തിന് അവളെ ഇഷ്ടയായിരുന്നു. ആമേൻ. 4 മക്കൾ, രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ. ഹല്ലേലൂയ. ഈ 4 മക്കൾ ആദ്യത്തെ 4 മക്കളാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും പലപ്പോഴും അനിഷ്ടയായിട്ട് തോന്നി. എന്നാൽ എൻ്റെ ദൈവത്തിന് അവളെ ഇഷ്ടയായി തോന്നി. എങ്ങനെ? എൻ്റെ ദൈവത്തിന് അവളെ ഇഷ്ടയായി തോന്നി. ഇഷ്ടമായിരുന്നു. ആർക്ക്? എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇഷ്ടം തോന്നി. ലേയോട് ഒത്തിരി ഇഷ്ടം തോന്നി. കാരണം സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ലേയുടെ ആ സങ്കടം, ആ ദുഃഖം, സ്തോത്രം ഇഷ്ടമില്ലാത്ത സ്ഥാനത്ത് ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, സ്വന്തം സഹോദരിക്ക് പോലും ഈ സഹോദരിയോട് അസൂയ തോന്നി. സ്തോത്രം. ആർക്ക്? റാഹേലിന്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരിയാണ്, ഭയങ്കര ഇതുള്ള ആളാണ്. പക്ഷേ സംഭവം അസൂയ എന്ന് പറയുന്ന സാധനം ആർക്ക് പോയിട്ടില്ല? ഈ സഹോദരിക്ക് പോയിട്ടില്ല. വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 30-1 വായിക്കുമ്പോൾ, താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. യാക്കോബിനോട് അസൂയപ്പെട്ടു. അപ്പോൾ നമുക്ക് ചിലരോട് ഇഷ്ടം കാണത്തില്ല, പക്ഷെ ദൈവത്തിന് അവരെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം. നമുക്ക് പലപ്പോഴും അനിഷ്ടം എന്ന് തോന്നുന്ന വാക്ക് എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണ്. എൻ്റെ ദൈവം ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. പലപ്പോഴും അനിഷ്ടം എന്ന് തോന്നും. ഹല്ലേലൂയ. നമ്മൾ പ്രാണനെ ത്യജിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടും. നമ്മുടെ പ്രാണനെ ത്യജിച്ചാൽ മർക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അതിന് 8-ാം അധ്യായം 33 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ 34-ാം വാക്യം അതിലേക്ക് മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ 34-ാം വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം സ്തോത്രം ഒരു ഭയങ്കരമാകുന്ന പ്രശ്നം വന്നപ്പോൾ പ്രാർത്ഥിക്കുന്നവളുടെ മുമ്പിൽ സ്തോത്രം ഒരു കൂട്ടം പേർ പരാജയപ്പെട്ടു. ദബോറ പ്രാർത്ഥനക്കാരിയാണ്. 900 ഇരുമ്പ് രഥങ്ങളുള്ള സ്തോത്രം ഒരു സൈന്യത്തെ സ്തോത്രം എൻ്റെ കർത്താവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് എന്ത് ചെയ്തു? തോൽപ്പിച്ചു. ഹല്ലേലൂയ. തോൽപ്പിച്ചു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. തോൽപ്പിച്ച് ജയത്തോടെ അവൾ പുറത്തു വന്ന് എൻ്റെ അപ്പൻ്റെ മുമ്പിൽ ദബോറയും സ്തോത്രം അബീനോവാമിൻ്റെ മകനായ ബാരാക്കും പാട്ട് പാടിയതാണ്. പാട്ടിനകത്താണ് വന്ന വരിയാണ് ഏത്? സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടെ ഒരു പാട്ടിൻ്റെ ഒരു വരിക്കകത്താണ് ആ സഹോദരങ്ങൾ പാടിയത്. സ്തോത്രം. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം. പ്രാണനെ ത്യജിക്കാൻ നിന്നാൽ ആ വ്യക്തി
സ്തോത്രം വലിയ ദൈവപ്രവൃത്തി കാണാനിടയായി തീരും. നമ്മളെന്തോ വലിയ സംഭവമാണെന്നല്ല, നമ്മളെ തന്നെ ത്യജിക്കാനിരുന്നാൽ അവിടെ വലിയൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണും. അവിടെ വിടുതൽ നടന്നപ്പോൾ, അവിടെ അത്ഭുതങ്ങൾ നടന്നപ്പോൾ, അവിടെ അതിശയങ്ങൾ നടന്നപ്പോൾ ദെബോറയും അബീനോവാമിൻ്റെ മകനായ ബാരാക്കും ഭയങ്കരമാകുന്ന ഒരു പാട്ട് അങ്ങോട്ട് പാടി. പാട്ടിൻ്റെ അകത്ത് പറഞ്ഞൊരു വരിയാണ്, സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം. വായിച്ചേ മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 33 മുതൽ വായിച്ചേ സിസ്റ്ററെ. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ എന്നെ വിട്ടു പോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെത് കരുതണം. നമ്മൾ ആരുടേത് കരുതണം? മനുഷ്യൻ്റെതല്ല, ദൈവത്തിൻ്റെത് കരുതണം. ദൈവത്തിൻ്റെതല്ല, നീ മനുഷ്യൻ്റെതത്രേ കരുതുന്നത്. ചില സമയം കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെന്ന് പറയുന്നെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ മനുഷ്യൻ്റെതെയും കരുതും. അവിടെയാണ് പരാജയം വരുന്നത്. പക്ഷെ ദൈവത്തിൻ്റെത് കരുതി അവിടെ എന്തില്ല? സങ്കടമില്ല, ദുഃഖമില്ല, വേദനയില്ല. അപ്പച്ചൻ അതാണോ ഇഷ്ടം? ഓക്കെ, അപ്പൻ അതാണോ ഹിതം? മുട്ടുമടക്കാപ്പ അപ്പൻ അങ്ങനെയാണോ ഇഷ്ടം? ഞാൻ മനുഷ്യനെ നോക്കുന്നില്ല, ഞാൻ ദൈവത്തെ നോക്കുന്നു. അപ്പൻ അതാണോ ഇഷ്ടം? അപ്പൻ അങ്ങനെയാണോ എന്നെക്കുറിച്ച് ഇഷ്ടം? ഓക്കെ, നടക്കട്ടെ. അപ്പൻ അതാണോ ഹിതം? ഓക്കെ, നടക്കട്ടെ. സ്വത്രം, ദൈവത്തിന് സ്വത്രം. അപ്പൻ ഇതാണോ ഇഷ്ടം? ഓക്കെ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ മുട്ടുമടക്കി ദൈവത്തോട് പറയും, അപ്പൻ ഇതാണോ ഇഷ്ടം? ഓക്കെ അപ്പ, ഞാൻ വിലങ്ങുന്നതിയാകുന്നില്ല. നോക്കിയേ, സ്വത്രം. അപ്പച്ചന് ഇഷ്ടമാണോ ഇഷ്ടം? ആ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ, ഓ അമ്മേ, ഞാൻ അവിടെ ത്യജിക്കുമ്പോൾ, എന്നെ തന്നെ ഏൽപ്പിക്കി കൊടുക്കുമ്പോൾ, ഞാൻ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ അവിടെ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, കർത്താവ് ഞാൻ എങ്ങനെയൊക്കെയാണ് ആഗ്രഹിച്ചത്? വേണ്ട, അപ്പച്ചനിതാണോ ആഗ്രഹം? ഓക്കെ 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 ഓക്കെ, സമ്മതിച്ചു കൊടുക്കാൻ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഓക്കെ കർത്താവെ, സമ്മതിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു എന്ന് വിട്ടുകൊടുക്കാം. ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. മനുഷ്യനെ നോക്കിയാൽ അവൻ്റെ ഹിതമേ നമ്മൾ ചെയ്യൂ. ദൈവത്തെ നോക്കിയാൽ ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്യും. ദൈവത്തെ നോക്കിയാൽ ദൈവത്തിന്റെ ഹിതം ചെയ്യും. അടുത്ത വാക്യം വായിച്ചേ. പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ചു അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച്. കണ്ടോ എന്നിലുള്ള ത്യജിക്ക്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ നാൾ ഞാൻ കുറേ കാര്യങ്ങളോ എൻ്റെ മനസ്സിനകത്ത് ഒരു കുറേ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. സ്വതന്ത്ര കാര്യത്തിനടുത്ത് വന്നപ്പോൾ എൻ്റെ കാൽക്കുലേഷനായിട്ട് മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, അപ്പച്ചാ ഇതെല്ലാം ഞാൻ പൊളിക്കുന്നു. ഇല്ല, ഓക്കെ, അങ്ങയ്ക്ക് ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമാണ് നടക്കേണ്ടത്. ഇതാ ഞാനിത് പൊളിക്കുന്നു. എൻ്റെ കാൽക്കുലേഷൻ, എൻ്റെ ഭാവന, എൻ്റെ ചിന്താഗതി, എൻ്റെ ചിന്ത, ഞാൻ പണിതതല്ല, ഞാൻ ചിന്തിച്ച് പണിതതല്ല, ഞാൻ ആഗ്രഹിച്ച് പണിത് പ്രാർത്ഥിച്ചതല്ല. ഇതാ പൊളിക്കുന്നു യേശുവേ. എൻ്റെ ആഗ്രഹങ്ങളല്ല, അങ്ങയുടെ ആഗ്രഹത്തിൻ്റെ മുൻപിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഇതാ പൊളിക്കുന്നു. ആമേൻ. അവിടെ ഉണ്ടായ ഒരു സന്തോഷമുണ്ട്. അത് ലോകം തരുന്ന സന്തോഷമല്ല, ലോകത്തിന് പകരാൻ പറ്റാത്തൊരു സന്തോഷം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലേ, ഒരു ചൂട് പിടിക്കും അല്ലേ? ആകെപ്പാടെ നമ്മളെ ഇഷ്ടം നടക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഇഷ്ടം നടക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ പറ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? കരങ്ങളൊന്ന് ചേർത്തടിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ഇഷ്ടം നടക്കാതെ വരുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു ചൂട് വരും അകത്ത്. അതെനിക്ക് വന്നു ചില ആഴ്ച കിടക്കുന്നുണ്ട്. സ്വത്രം, ഒരു ചൂട് വന്നപ്പം ഈ ചൂടോടുകൂടെ എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ കൊട്ടാരം എല്ലാം കൂടെ കൊണ്ടുവന്ന് മുട്ടുമടക്കി കർത്താവിന് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പം ഇതെല്ലാം ഞാൻ ചിന്തിച്ച് പണിത് പ്രാർത്ഥിച്ച് കൊട്ടാരം പണിതതാണ്. പക്ഷെ ഇത് എൻ്റെ ഹൃദയത്തിനകത്തൊരു തണുപ്പ് പറഞ്ഞു. ഈ കൊട്ടാരത്തിന് ഇത് നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാൻ ആരാകും? ഫ്രീ ആകും. ഞാൻ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, അപ്പനിതാ എൻ്റെ സ്വപ്ന കൊട്ടാരങ്ങളും ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതില്ല, ഇതായിട്ടായിരുന്നു. ഇനി നിൻ്റെ സ്വപ്നം മാത്രം, നിൻ്റെ ഇഷ്ടം. അപ്പോഴൊരു തണുപ്പ് എൻ്റെ അകത്തിറങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ആ തണുപ്പുണ്ട്. ആ വിഷയത്തിനകത്ത് അന്ന് മുതൽ ഇന്ന് വരെ കരങ്ങളടിച്ചൊന്ന് സ്തുതിച്ച്, എൻ്റെ ഇഷ്ടം പൊളിയുമ്പോഴാണ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ എൻ്റെ അകത്ത് ദൈവം തരുന്നൊരു തണുപ്പുണ്ട്. ആ തണുപ്പ് ലോകത്തിന് എടുത്തു മാറ്റാൻ പറ്റുന്ന തണുപ്പല്ല, ലോകത്തിന് തരാൻ പറ്റുന്ന തണുപ്പല്ല. ലോകത്തിൽ
ലോകത്തിൽ ആർക്ക് തരാൻ പറ്റാത്തൊരു തണുപ്പ് അവിടെ തരും. ഓ ജീസസ് 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 ഹല്ലേലൂയ. ആ ധൈര്യം തരും, ആ ഉറപ്പ് തരും, ആ പ്രത്യാശ തരും. അതിൻ്റെ പിന്നിലുള്ള സകലത്തെയും അവൻ ജയിക്കാനുള്ള കൃപയും ദൈവം അവിടെ തരും. അത് മനുഷ്യരല്ല, അത് തരുന്നത് ആരാണ്? ദൈവമാണ്. വായിച്ച് ആ വാക്യം ഒന്നുകൂടെ, ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ, തന്റെ ജീവനെ രക്ഷിപ്പാൻ, നേരത്തെ പറഞ്ഞു അല്ലേ, സെബുലൂൻ ജീവൻ എന്ത് ചെയ്തു? പ്രാണനെ ത്യജിച്ചു. ഇവിടെ പറയുന്നു രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. അടുത്ത ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം, രണ്ട് പറയുന്നു, അപ്പന്റെ നിമിത്തവും അപ്പന്റെ സുവിശേഷ നിമിത്തവും തന്റെ ജീവനെ കളഞ്ഞാൽ, എന്റെ ഇഷ്ടങ്ങളെ കളയാൻ, എൻ്റെ ജീവനെ വെടിയാൻ, എൻ്റെ ആഗ്രഹങ്ങളെ വെടിയാൻ, എൻ്റെ താല്പര്യങ്ങളെ വെടിയാൻ, എൻ്റെ ഇടുങ്ങിയ ചിന്താഗതികളെ വെടിയാൻ, എൻ്റെ മനസ്സിൻ്റെ എൻ്റെ ജഡത്തിനൊരു ഇഷ്ടമുണ്ട്, എൻ്റെ ജഡത്തിനൊരു ആഗ്രഹമുണ്ട്, ഇതിനെ ഞാൻ വെടിയാൻ യേശുവേ ഞാൻ സമ്മതിക്കുന്നപ്പാ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അടുത്ത വാക്യം വായിച്ച തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും, കണ്ടോ അടുത്ത വരി ഇതാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ആ ജീവൻ ഹല്ലേലൂയ, കർത്താവിന് ഇഷ്ടമല്ലാത്തതൊന്നും വേണ്ടപ്പാ. എന്നെ തന്നെ ത്യജിക്കാം, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സ്വോത്രമപ്പാ എന്നെ ഇത് ഏൽപ്പിക്കുന്നു. പലർക്കും അത് അനിഷ്ടമായിരിക്കാം, എന്നാൽ ഇഷ്ടം എൻ്റെ ദൈവത്തിന് അതാ ഇഷ്ടം. പലർക്കും അനിഷ്ടമായിട്ട് തോന്നി, പക്ഷെ എൻ്റെ ദൈവത്തിന് അവളെ ഇഷ്ടമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഇഷ്ടയായ മകൾക്ക് ആറാമത് ജനിച്ച സെബുലൂൻ സ്തോത്രം എന്ത് ചെയ്തു? ത്യജിച്ചു. പ്രാണൻ എന്ത് ചെയ്തു? ത്യജിക്കുന്നൊരു ജനം, ദൈവത്തിന് ഇഷ്ടമല്ലാത്തതിനെ കളയുന്നൊരു ജനം, ഉപേക്ഷിക്കുന്നൊരു ജനം, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് പറയാത്തൊരു ജനം. ദൈവത്തിന് സ്തോത്രം. ത്യജിക്കുന്ന സ്തോത്രം. ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 19:5 വായിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ. യോനാഥാൻ സ്തോത്രം. യോനാഥാൻ പറയുന്ന ചില വരികളുണ്ട് അതിനകത്ത്, ശൗലിന്റെ കാര്യങ്ങളുണ്ട്. 1 ശമൂവേൽ 19:5 വാക്യം വായിക്കുമ്പോൾ അവൻ തന്റെ ജീവനെ ഉപേക്ഷിച്ചു. കണ്ടോ സ്തോത്രം. ശൗലിന് ദാവീദിനെ കൊല്ലാനാണ് ആഗ്രഹം. പക്ഷേ ദാവീദിനെ കൊല്ലാൻ ശൗല് അപ്പൻ ആഗ്രഹിക്കുമ്പോൾ സ്തോത്രം ദാവീദിനോട് പറ്റി നിന്ന സ്തോത്രം ശൗലിന്റെ മോനാണ് ആര്? യോനാഥാൻ പറയുന്നൊരു വാക്കാണ്. എന്തോന്ന് ആ വാക്യം വായിച്ചേ സിസ്റ്ററെ. അവൻ തന്റെ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ടല്ലോ മല്ലനായ ഗോലിയത്ത് ഇറങ്ങി വന്നപ്പോ സ്തോത്രം ഈ ദാവീദുണ്ടല്ലോ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ടല്ലോ ആ ഫെലിസ്ത്യനെ സംഹരിക്കുക. ആ ഫെലിസ്ത്യൻ എന്ത് ചെയ്തു? ജീവനെ ഉപേക്ഷിച്ചുകൊണ്ട് ഫെലിസ്ത്യനെ കർത്താവിന് വേണ്ടി ജീവനെ ഉപേക്ഷിക്കാൻ പോലും ദാവീദ് എന്ത് ചെയ്തു? അപ്പാ ഈ ഗോലിയത്തിന് തകർക്കാൻ ഞാൻ മടക്കാം, ഞാൻ ത്യജിക്കാം, എന്നെ വിടാ, എൻ്റെ അപ്പനായി, എൻ്റെ അപ്പൻ്റെ നാമത്തിനായി, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം. നിങ്ങൾക്ക് എത്ര വെളിപ്പെട്ടു ആ വാരി? വെളിപ്പെട്ടവർ കരങ്ങൾ ഉയർത്തി ഒരു ഹാലേലി പറഞ്ഞേ. ചിലടത്ത് എന്നെ തന്നെ, എൻ്റെ ജഡത്തെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ പദ്ധതികളെ ത്യജിക്കാൻ. ഓ 1-2 വാക്യം വായിച്ചേ. എന്താ സംഭവം എന്ന് അതങ്ങനെ പറയാൻ എന്താ സംഭവം എന്ന് വായിച്ചേ. 1 ശമൂവേലിന്റെ പുസ്തകം 19:1-2. അനന്തരം ശൗൽ തന്റെ മകനായ യോനാഥാനോടും സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലണമെന്ന് കൽപ്പിച്ചു. എങ്കിലും ശൗലിന്റെ മകനായ യോനാഥാൻ ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നത് കൊണ്ട് കൊല്ലാൻ തീരുമാനിച്ചു. കേട്ടോ, എല്ലാവരോടും പറഞ്ഞു. കണ്ടോ, അവൻ ഉദരം നിറച്ച് എന്തോന്നാ? കൊല്ലണം. അവസാനം എന്താ? ഈ ഉദരം നിറച്ചവൻ്റെ ഉദരത്തിനകത്തുനിന്ന് നിറഞ്ഞു. പറഞ്ഞു എന്ത് ചെയ്തു? അവസാനം എന്ത് സംഭവിച്ചെന്നറിയാലോ നമുക്ക് എല്ലാവർക്കും. ശൗൽ ഉദരം നിറച്ച എന്തോന്ന് അറിയാലോ? ഇതാണ് ഉദരം നിറച്ചത്. കൊല്ലണം. അവനെ രക്ഷപ്പെടല്ല. ആര്? ദാവീദ്. പക്ഷേ ദാവീദ് ഉദരം നിറച്ചെന്തോന്നാ? അഭിഷേകത്തിന്റെ മേൽ കൈ. പറ, നിങ്ങൾക്കെന്താ പേടിയാണോ പറയാൻ? ശൗൽ ഉദരം നിറച്ചെന്താ? കൊല്ലണം. ദാവീദ് ഉദരം നിറച്ചതോ? അഭിഷേകത്തിന്റെ മേൽ കൈ വയ്ക്കരുത്.
പാപം ചെയ്തിട്ട് ശൗല് പാപം ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല, കൈവച്ചില്ല. അയാൾ പറഞ്ഞതും അയാളെ തന്നെ ഉദരം നിറച്ചതും മുഴുവൻ എന്തോന്നാ അനുഗ്രഹം. വായിച്ചേ. പക്ഷെ യോനാഥാൻ 19 അധ്യായത്തിലാണ് പറയുന്നത്. 17 അധ്യായത്തിനകത്ത് തന്നെ ഈ കൊച്ചു പയ്യനാകുന്ന ദാവീദ് എല്ലാവരും പേടിച്ചോടുമ്പോൾ പ്രാണനെ പോലും ത്യജിച്ചുകൊണ്ട് അവിടെ ഇറങ്ങി നിൽക്കുന്നത് യോനാഥാൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ദൂരെ മാറി നിന്ന് ഞാൻ ചിന്തിക്കുന്നു, യോനാഥാൻ്റെ കണ്ണ് നിറഞ്ഞു കാണും. ഈ പയ്യൻ മരിച്ച എന്ത് ചെയ്യും? ഇവൻ പ്രാണനെ പോലും വിലയേറിയതായി എണ്ണാതെയാണല്ലോ ഈ ഗോലിയോത്തിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി പടക്കളത്തിൽ ഇറങ്ങിയത്, ദൈവനാമത്തിന് വേണ്ടി പടക്കളത്തിൽ ഇറങ്ങിയത്. ജീവനെ പോലും ത്യജിച്ചോണ്ടാണല്ലോ. ഇന്ന് ശുശ്രൂഷ ഫീൽഡ്, സുവിശേഷ ഫീൽഡുകളിൽ പല സ്ഥലങ്ങളിലും സ്വത്രം അവിടെ പോയാൽ കൊല്ലും എന്നറിഞ്ഞിട്ട് പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ. എൻ്റെ മോൻ്റെ കൂടെ പഠിച്ച ഒരു മോൻ സ്വത്രം ഹല്ലേലൂയ, അവനെ സ്വത്രം കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ പോയതാ. എൻ്റെ പിള്ളേരോട് കൂടെ പഠിച്ചതാ സ്വത്രം ഹല്ലേലൂയ. ആ അപ്പന് തിരികെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിദാരുണമായിരുന്നു, അതിദാരുണമായിരുന്നു. രക്തസാക്ഷിയായി, യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മാറി. ചിലയിടത്തൊക്കെ മരണം മുഖാമുഖം കണ്ടുകൊണ്ടാണ് പ്രാണനെ ത്യജിക്കാൻ ഇറങ്ങി ചെല്ലുന്നത്. ആമേ, നിങ്ങൾക്ക് മനസ്സിലായി? ഇവരെല്ലാം ഒരു ദിവസം രക്തസാക്ഷികളായവരെല്ലാം അവിടെ ഒരു ദിവസം വെളിപ്പെട്ട് വന്ന് നിൽക്കും. ഓ അമ്മേ, കുഞ്ഞാന്റെ രക്തത്താ തങ്ങളുടെ അങ്കി അലക്കി വെടിപ്പിച്ചവർ, ഇതാ തങ്ങളുടെ പ്രാണനെ വിലയേറിയവായി എണ്ണാത്തവർ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അല്ലേ, ഇവിടെ ഇതാ സ്വത്രം യോനാഥാൻ പറയുകയാണ്, യുദ്ധക്കളത്തിനകത്ത് യുദ്ധം വന്നപ്പോൾ പ്രാണനെ പോലും ത്യജിച്ചുകൊണ്ട് വന്ന് നിന്ന ആളല്ലയോ ഈ ദാവീദ്, ഇവനെ നീ കൊല്ലാൻ നോക്കുകയാണോ? എങ്ങനെ 19:1 വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ സ്വത്രം. 19:1. അനന്തരം ശൗൽ തന്റെ മകനായ യോനാഥാനോടും സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലേണമെന്ന് കൽപ്പിച്ചു. ദാവീദിന് എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചു? കൊല്ലണം എന്ന് കൽപ്പിച്ചു. കണ്ടോ, കൊല്ലണം എന്ന് കൽപ്പിച്ചു. അപ്പോഴാണ് അവൻ്റെ ഉദരം നിറച്ചത് മുഴുവൻ എന്തോന്നായിരുന്നു? സദൃശങ്ങളിൽ പോവുകയാണ്. ഉദരം നിറച്ചത് മുഴുവൻ എന്തോന്നായിരുന്നു? എന്തോന്നായിരുന്നു? പാവമായിരുന്നു, ശാപമായിരുന്നു, കൊല്ലണമെന്നുള്ളതായിരുന്നു. പക്ഷെ ഉദരം നിറച്ചത് കൊടുക്കുക അവൻ എന്നെ കെണിയായി മാറി. എന്നാൽ ദാവീദ് എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്, എൻ്റെ അപ്പൻ്റെ ഹൃദയപ്രകാരം നിന്നവൻ, എൻ്റെ അപ്പൻ്റെ ഹൃദയപ്രകാരം ശുശ്രൂഷിച്ചവൻ, ഹൃദയപ്രകാരം നിന്ന ദാവീദ്, ഹൃദയപ്രകാരം ജീവിച്ചവൻ, ഹൃദയപ്രകാരം നടന്നവൻ, ഹൃദയപ്രകാരം ഇരുന്നവൻ, ഹൃദയപ്രകാരം സംസാരിച്ചവൻ. അപ്പൻ്റെ അഭിഷക്തനെ, എൻ്റെ അപ്പൻ്റെ അഭിഷേകം അവൻ്റെ മേൽ ഒഴിച്ചിട്ടുണ്ട്, അവനെ തകർക്കാൻ പാടില്ലെന്ന് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം നിന്നവനെ ദൈവം അവനെ അനുഗ്രഹിക്കാൻ തന്നെ ചെയ്തു. അവൻ തകർന്നു പോയില്ല, അവൻ നശിക്കാൻ ദൈവം വിട്ടില്ല, അവൻ നിലപരിചാകാൻ ദൈവം വിട്ടില്ല. അവൻ്റെ ഉദരം നിറച്ചത് മുഴുവൻ അനുഗ്രഹമായിരുന്നു. അവൻ എവിടെന്നെങ്കിലും ആരെങ്കിലും ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവൻ മറന്നില്ല, വെള്ളം കൊടുത്തത് മറന്നില്ല, അവൻ പ്രതികൂലത്തിൽ കിടന്നപ്പോൾ അപ്പം കൊണ്ടുവന്ന് കൊടുത്തത് മറന്നില്ല. സ്തോത്രം. അതെല്ലാം ദാവീദ് മരിക്കാൻ സമയമാകുമ്പോൾ മക്കളോട് പറഞ്ഞിട്ട് പോയില്ലേ, നീ അവനെ ഓർത്തോളണം, അവൻ എന്നെ സ്തോത്രം ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തവനാണ്, നീ മറക്കരുത് എന്ന് ദാവീദ് ഓർപ്പിച്ചു വിട്ടു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോനാഥാനോടുള്ള ഇഷ്ടം, ശൗലിനോടുള്ള ഇഷ്ടം, രണ്ടു കാലം കൂടെ തന്നെ മെഫിബോശത്തിനെ പോലും ദാവീദ് മറന്നില്ല. അവൻ്റെ ഹൃദയം കണ്ടോ? എൻ്റെ അപ്പൻ്റെ ഹൃദയമോ മറക്കാത്തവൻ. അവനെ കൊണ്ടുവന്ന് ഇവൻ്റെ മേശയുടെ കൂട്ടത്തിരുത്തി അവൻ അപ്പം നുറുക്കുകൾ ഒരുമിച്ച് ഭക്ഷിച്ച ദിവസങ്ങൾ തീർന്നില്ല. അവൻ്റെ കൂടെ വന്ന മെഫിബോശത്തിൻ്റെ കൂടെ വന്നവർക്ക് 10 വകകൾ ശൗലിൻ്റെതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് അവിടെ ചേർത്ത് പിടിച്ച സ്നേഹം, ഇതെല്ലാം ആരുടെ സ്നേഹം? യേശുവിൻ്റെ സ്നേഹം. എന്നാൽ ശൗല് കൊല്ലണമെന്ന് ഉദരം നിറച്ചപ്പോൾ ദാവീദ് നിറച്ചതെല്ലാം അനുഗ്രഹമായിരുന്നു. ദൈവത്തെ വേദനിപ്പിക്കാത്ത, ആരെയും ദുഃഖിപ്പിക്കാത്ത, കളങ്കപ്പെടുത്താത്തത് അവൻ്റെ ഉദരത്തെ നിറച്ചു. പ്രാണനെ വിലയേറിയതായി എണ്ണിയില്ല. ഫിലിപ്പിയർ 2:30 വായിക്കുമ്പോൾ നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിൽ, ഈ ഭൂമിയിൽ തൻ്റെ പ്രാണനെ ത്യജിക്കുന്ന ആരായിരിക്കും? പൗരത്വ സ്വർഗത്തിലുള്ള ഉണ്ട് എന്ന് പറയുന്നൊരു പൈതൽ ഈ ഭൂമിയിൽ തൻ്റെ പ്രാണനെ വിലയേറിയത് എണ്ണുകയില്ല. ആ പ്രാണനെ ത്യജിച്ചുകൊണ്ട് കർത്താവിനായിട്ട് ഓടും, കർത്താവിനായിട്ട് നിൽക്കും. അവർക്ക് പറയാൻ വേറൊന്നുമില്ല, അവർക്ക് പുകഴാൻ വേറൊന്നുമില്ല, അവർക്ക് ഒന്നും പറയാനില്ല, അവർക്ക് വേറൊന്നും പറയാനില്ല. നമുക്കറിയാം സ്തോത്രം,
ദാവീദിന്റെ ചങ്കോട് പറ്റി നിന്ന് സ്നേഹിച്ചവനാണ് യോനാഥാൻ. യോനാഥാന്റെ സ്നേഹം അസാധ്യ സ്നേഹം. ദാവീദിന് യോനാഥാനോട് സ്നേഹം. ശൗല് കൊല്ലാൻ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ യോനാഥാൻ സ്തോത്രം ഹല്ലേലൂയ ഏതെങ്കിലും ഒരു സ്തോത്രം നമ്പർ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു അടയാളം കൊടുക്കും. ദാവീദ് അവിടെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ യോനാഥാനെ ദൈവമാക്കിയതാണ്. ശൗലിന്റെ മകനെ തന്നെ ഒരു സ്തോത്രം ദാവീദിനെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാൻ ദൈവം ആക്കി. സ്വന്തം അപ്പൻ പറയുന്നതല്ല സ്വന്തം മോൻ കേട്ടെന്ത് ചെയ്യും? ചെന്ന് പറയുന്നത് ആരാക്കി കൊടുത്തു? കൊട്ടാരത്തിനകത്ത് ദാവീദിന് വേണ്ടി ആരാക്കി കൊടുത്തു? ഇതുപോലെയാണ് ദൈവമക്കൾക്ക് വേണ്ടി ചിലരാക്കി കൊടുത്തു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ സ്വത്ര സദൃശവാക്യങ്ങളിൽ പോകാൻ സിസ്റ്ററെ ഹാലലൂയ പ്രാണനെ വിലയേറിയത് എണ്ണാതെ യേശുവിനെ എല്ലാമായി സ്നേഹിക്കുന്ന ഒരു പൈതൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും എൻ്റെ ഇഷ്ടങ്ങളെ വിട്ടുകൊടുത്തപ്പ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, നിൻ്റെ ഇഷ്ടം മതി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എവിടെയെല്ലാം ചൂട് പിടിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തണുപ്പ് വന്നതെല്ലാം സ്വത്രം തണുപ്പ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം തണുപ്പ് വന്നതെല്ലാം ദൈവത്തിന് ഞാൻ എന്നെ വിട്ടുകൊടുത്തപ്പോഴാണ്. കർത്താവേ, എൻ്റെ ഇഷ്ടം നടക്കട്ടെ, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു. എവിടെയൊക്കെ ഞാൻ ഭ്രാന്താകുമായിരുന്നോ അവിടെയെല്ലാം ഒരു ഭ്രാന്ത് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മുട്ട് മടക്കിയിട്ടു. ഇതാണോ അപ്പാപ്പന് ഇഷ്ടം? ഇതവരായിരുന്നു. അപ്പോൾ എവിടെയൊക്കെ ഞാൻ ഭ്രാന്തിയാകേണ്ട കേസുകൾ വന്നു, ഒരുപാട് തവണ 100 തവണ എൻ്റെ അകത്ത് വന്നു. ശുശ്രൂഷ ഭാഗത്ത് വന്നു, എൻ്റെ കുടുംബജീവിതത്തിനകത്ത് വന്നു, എൻ്റെ കുടുംബത്തിനകത്ത് വ്യത്യസ്തമായ വിഷയങ്ങളുടെ നടുവിൽ വന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് വന്നു. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്തിട്ട് പറയപ്പാ, ഞാൻ എൻ്റെ ഇഷ്ടം മുറുകെ പിടിച്ചിരിക്കുന്ന കൊണ്ടാണ് ഈ തീ എൻ്റെ ഹൃദയത്തിൽ ആളിക്കത്തുന്നത്. ഇത് ഞാൻ വിട്ടുതരാൻ ഒരുക്കമാണ് എന്ന് എപ്പോഴൊക്കെ ഞാൻ വിട്ടുകൊടുക്കും, അപ്പോഴെല്ലാം തണുപ്പിക്കുന്ന ഒരു ശക്തി എൻ്റെ മേലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നൊരു ധൈര്യമാണ്, പിന്നൊരു ബലമാണ്. അപ്പാ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ കണ്ടോ നടക്കട്ടെ. എൻ്റെ ഇഷ്ടം അവിടെ പൊളിയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് അപ്പോഴത്തെ കാര്യം അറിയാവും. ദൈവത്തിന് ആരംഭവും അവസാനവും. അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഞാനൊരു കുട്ടിയെപ്പോലെ ഇപ്പോഴത്തെ കാര്യം കണ്ടുകൊണ്ട് ചിലപ്പോൾ ഇരിക്കും. പക്ഷെ ദൈവം ഇപ്പോഴത്തെ കാര്യമല്ല കാണുന്നത്, ലാസ്റ്റ് വരെ, അന്ത്യം വരെ എന്തെല്ലാം കാര്യം നടക്കേണ്ടതുണ്ട്. ഒരാളിൽ കൂടി എത്രയോ രക്ഷിക്കപ്പെടാൻ ദൈവം കാണുമെന്നറിയാമോ? ഞാൻ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയായിരിക്കും കാണാം, പ്രസന്റ് സ്റ്റേജ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ അറിയുന്ന ദൈവം, ആമേൻ. പ്രസന്റ് പെർഫെക്റ്റ് അറിയുന്ന ദൈവം, സകല കാലങ്ങളെയും കാലത്തിന് അതീതമായി അറിയുന്ന ദൈവം. എന്നെ ഇടിച്ചിട്ട് അവിടെ അപ്പൻ്റെ ഇഷ്ടം എപ്പം വിട്ടുകൊടുക്കോ അപ്പൊരു തണുപ്പിറങ്ങും. ഞാനല്ല പിന്നെ അപ്പം എനിക്ക് മനസ്സിലാകും ഞാൻ പടുത്തുയർത്തിയ സ്വപ്ന കൊട്ടാരമാ സെക്കൻഡുകൾ കൊണ്ടിടിഞ്ഞത്. അത് പടുത്തുയർത്തുമ്പോഴൊക്കെ ഞാൻ ഇടിക്കാൻ സമയമായെന്നാണ് യേശു സംസാരിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഞാൻ പടുത്തുയർത്തുന്ന സ്വപ്ന കൊട്ടാരങ്ങളെല്ലാം നോക്കിക്കൊണ്ട് യേശു ചിരിച്ചു കാണും. ചിരിച്ചിട്ട് പറഞ്ഞാണ്, പടുത്തേക്ക് ഉയർത്തിക്കോ, ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം ഇടിച്ചിട്ട് തരാം. എന്നിട്ട് ലാസ്റ്റ് അറ്റത്ത് ആ കൊട്ടാരം ഇടിക്കാൻ എൻ്റെ അകത്തൊരു അസ്വസ്ഥത വരുമ്പോൾ എനിക്ക് മനസ്സിലാകും, പ്രാർത്ഥിച്ച മാറൂല. അതങ്ങനെ വെച്ചോണ്ട് പ്രാർത്ഥിച്ച മാറൂല. പിന്നെ ഞാൻ പറയും, ദൈവമേ, എൻ്റെ ഇഷ്ടത്തിൻ്റെ കൊട്ടാരമാണ് പൊങ്ങിയിരിക്കുന്നത്. എത്ര തവണ എനിക്കറിഞ്ഞൂടാ. അവിടെ ചെന്നിട്ട് ഞാൻ പറയും, അപ്പാ, എൻ്റെ മോഹത്തിൻ്റെ സ്വപ്നത്തിൻ്റെ കൊട്ടാരം ഇതായിരിക്കുന്നു. അങ്ങയുടെ കൊട്ടാരം പണിയാൻ എൻ്റെ പ്രസൻ്റ് അല്ല, എൻ്റെ അവസാനം വരെ അറിയുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ദൈവത്തിൻ്റെ സ്വപ്നം നടക്കാൻ എൻ്റെ സ്വപ്നത്തെ ഞാൻ ഇതാ തകർത്തിട്ടിരിക്കുന്നു. അപ്പോഴൊരു കൃപ എൻ്റെ മേലിറങ്ങും. അപ്പോൾ എനിക്ക് മനസ്സിലാകും, ഈ പിടച്ച പിടയലെല്ലാം എൻ്റെ ഇഷ്ടം കൊണ്ട് പടുത്തുയർത്തിയ കാര്യങ്ങൾ നടക്കാത്തോണ്ടായിരുന്നു. പക്ഷേ അംഗീകരിക്കുന്നൊരു ദൈവം കണ്ടോ. ഇവിടെ നേരത്തെ ഒരു വാക്യം വായിച്ചു അല്ലേ, മനുഷ്യർക്കത് നിങ്ങൾ ആരെ നോക്കുന്നു, ദൈവത്തെയാണോ മനുഷ്യനെയാണോ? മനുഷ്യനെ ഒരിക്കലും അംഗീകരിക്കത്തില്ല. അടുത്ത വാക്യം കൂടെ സദൃശവാക്യം കേട്ടോ, അങ്ങനെ വായിച്ചേ. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉത്തരം നിറയും. അധരങ്ങളുടെ വിളവ് കൊണ്ട്
വിളവുമുണ്ട്. അവന് തൃപ്തി വരും. അവനെന്ത് വരും? ശാപം വിളിച്ചു വരുത്തിയ മരിച്ചാൽ മതി എന്ന് വിളിച്ചു വരുത്തിയ അതിൻ്റെ പിന്നാലെ പിശാച് വന്ന് വരും. പിശാച് വരും. പിന്നെ എന്തെങ്കിലും ഒരു